ലാഹോറിൽ സ്ഫോടനം നടന്നതായി റിപ്പോർട്ട്. വോൾട്ടൺ എയർപോർട്ടിന് സമീപം തുടർച്ചയായി 3 സ്ഫോടനങ്ങൾ ഉണ്ടായെന്നാണ് വിവരം. ഉഗ്രശബ്ദം കേട്ടെന്നും പുക ഉയർന്നെന്നും പ്രദേശവാസികൾ. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേതൃത്വം നൽകും. അതിർത്തിയിൽ 2ാം ദിനവും വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ. കർണ മേഖലയിൽ ഷെല്ലാക്രമണം. വിവരങ്ങളുമായി VS സനോജാണ് നാഷണൽ ഡെസ്കിൽ നിന്നും ഇപ്പോൾ ചേരുന്നത്. സനോജ്, ലാഹോറിൽ സ്ഫോടനം എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ മണിക്കൂറിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ആരെങ്കിലും സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, അതായത് ലാഹോറിലെ വാൾട്ടൺ വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് നിന്ന് ഉഗ്രസ്ഫോടനം അല്ലെങ്കിൽ ഉഗ്രശബ്ദത്തിൽ സ്ഫോടനം ഉണ്ടായതായും പുക ഉയർന്നതായും പ്രദേശവാസികൾ പറഞ്ഞതായി പാക് മാധ്യമങ്ങളുടെ റിപ്പോർട്ടാണ്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളോ ഔദ്യോഗിക സ്ഥിരീകരണമോ ലഭ്യമായിട്ടില്ല. മറ്റൊന്ന്, ആരാണ് എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നോ അതിൻ്റെ സ്ഫോടനത്തിന് പുറകിൽ ആരാണെന്നോ സംബന്ധിച്ചോ ആരും തന്നെ ഏറ്റെടുത്തിട്ടുമില്ല. എന്നാൽ ലാഹോറിൽ ഇങ്ങനൊരു വിമാനത്താവളത്തിൻ്റെ സമീപത്ത് ഇത്തരത്തിലൊരു ഉഗ്രസ്ഫോടനം നടന്നതിൻ്റെ ശബ്ദം ഉയർന്നതായും മറ്റു തരത്തിലുള്ള നാട്ടുകാർ പറഞ്ഞതിനെ കുറിച്ചുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകൾ എന്ന് തന്നെ പ്രധാനമായി പറയേണ്ടി വരും. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ കാര്യം, ഒന്ന്, ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാക് വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും നടത്തിയ പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രതികരണമാണ്. അതായത് ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ, ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ സമവായ സാധ്യതയ്ക്ക് വേണ്ടി എന്ത് തരത്തിലുള്ള നടപടികളോ എന്ത് തരത്തിലുള്ള ഇടപെടലോ ചെയ്യാൻ കഴിയുമോ അതിന് തയ്യാറാണ് എന്ന മട്ടിൽ ഒരു പ്രതികരണം ട്രംപ് നടത്തിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി ഡോക്ടർ സയ്യിദ് അബ്ബാസ് അരാച്ചിയുടെ ഇന്ത്യ സന്ദർശനമാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്, ഡൽഹിയിലുണ്ട്. അരാച്ചി ഇന്ന് വിദേശകാര്യ മന്ത്രി S ജയശങ്കറുമായി സംസാരിക്കും. ഒപ്പം തന്നെ ഉഭയകക്ഷി തലത്തിൽ ഒരു ജോയിൻറ്റ് കമ്മീഷൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ദ്രൗപദി മുർമു രാഷ്ട്രപതിയുമായിട്ട് ഒരു സൗഹൃദ സന്ദർശനം നടത്തുന്നുണ്ട്. ഏതായാലും വിദേശകാര്യമന്ത്രിമാർ നടത്തുന്ന കൂടിക്കാഴ്ചയായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നടത്തിയിട്ടുള്ള നീക്കങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നിലപാട് സംബന്ധിച്ചൊക്കെ ഇറാൻ അനുകൂല നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. മറ്റൊന്ന്, ഇറാനുമായി എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. അതാണ് പ്രധാനമായി ഡൽഹിയിൽ നടക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഇന്ന് നടക്കുന്ന സർവകക്ഷി യോഗവുമായി ബന്ധപ്പെട്ടാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളടക്കം ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന സർവകക്ഷി യോഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായി വിശദീകരിക്കാൻ വേണ്ടി യോഗം വിളിച്ചിരിക്കുന്നു. ആ യോഗത്തിൽ അത് പങ്കെടുക്കുന്നു. അതിലേക്ക് പ്രധാനമന്ത്രി അടക്കമുള്ളവർ പ്രധാനമന്ത്രി വരുമോ എന്നുള്ള കാര്യത്തിലുള്ള അത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആലോചനകൾ അത് സംബന്ധിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും രാജ്നാഥ് സിംഗാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിർത്തി സംസ്ഥാനങ്ങൾ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി സംസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ അതിർത്തി മേഖലയിലുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. അമൃത്സർ വിമാനത്താവളം അടക്കം തൽക്കാലത്തേക്ക് അടച്ചിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, പഞ്ചാബിലെയും രാജസ്ഥാനിലെയും കശ്മീരിലെയും അടക്കമുള്ള അതിർത്തി മേഖലകളിലുള്ള 12ഓളം ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും അതിനു മുൻപുള്ള രാത്രിയിലും അടക്കം അതിർത്തി മേഖലയിൽ ഷെല്ലാക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ സാഹചര്യം കുപ്വാരയിലും എല്ലാം സംഭവിച്ചതാണ്. ബാരാമുള്ള മേഖലയിലും അക്നൂറിലുമെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അവിടുത്തെ സാധാരണ മനുഷ്യരുടെ സുരക്ഷ സംബന്ധിച്ചും അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചും സ്കൂളിൻ്റെ സുരക്ഷ സംബന്ധിച്ചൊക്കെ ഉള്ള ആശങ്ക ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണത്. മറ്റൊന്ന്, വിമാന സർവീസുകൾ കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് 400ഓളം വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വിമാനത്താവളങ്ങളിലെ അലർട്ട് നിലനിൽക്കുകയാണ്. ഇതിനൊപ്പം സംഭവിച്ച മറ്റൊരു കാര്യം, ലാഹോർ വിമാനത്താവളത്തിലെ സംഭവത്തിന് പുറമെ സംഭവിച്ചത് പാക് സൈന്യവാഹനത്തിന് നേരെ ബലോചിസ്ഥാനിൽ നടന്നിട്ടുള്ള ബലോച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണമാണ്. അതിൽ 12 പാക് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഇത് ബലോച്ച് മേഖലയിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നിരന്തരം നടക്കുന്നതാണ്. പാക് ആർമിയും ബലോച്ച് ലിബറേഷൻ ആർമിയും തമ്മിൽ അവരൊരു വിഘടനവാദ ഗ്രൂപ്പാണ്. ഒരു തരത്തിൽ ആ രാജ്യത്ത് തന്നെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ വിഘടനവാദത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഗ്രൂപ്പാണ്. അവർ നടത്തിയിട്ടുള്ള സ്ഫോടനത്തിൻ്റെ ദൃശ്യങ്ങൾ
വന്നു കഴിഞ്ഞിട്ടുണ്ട് അന്തർദേശീയ മാധ്യമങ്ങളിൽ. ഏതായാലും ഈ കാര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യങ്ങളോട് വിശദീകരിക്കുന്ന കാര്യത്തിൽ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം നേരിടുന്നു, അല്ലെങ്കിൽ ഒരു ആശങ്ക നേരിടുന്നു, അല്ലെങ്കിൽ അതിന് മറുപടി പറയാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ഇന്ത്യ നടത്തിയ ആക്രമണം, അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രതികരണം, ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണം തന്നെയാണ് വളരെ ശ്രദ്ധേയം എന്ന് തോന്നുന്നു. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടാൻ തയ്യാറാണ് എന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞൊക്കെ നൂറ്റാണ്ടുകളായിട്ടുള്ള പ്രശ്നമാണ്, വളരെ കാലമായി ഇവർക്കിടയിലുള്ള പ്രശ്നമാണ്, അത് സ്വയം പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞിടത്ത് നിന്ന് മാറി താൻ ഇടപെടാൻ തയ്യാറാണ്, അതായത് ഒരു മധ്യസ്ഥതയ്ക്ക് അമേരിക്ക തയ്യാറാണ് എന്നല്ലേ അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അതൊരു പക്ഷേ ലോകത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു കാര്യമല്ലേ ഇക്കാര്യത്തിൽ അമേരിക്ക ഒരു മധ്യസ്ഥത വഹിക്കുക എന്നുള്ളത്? അതെ, അതായത് ഒരു ഇൻ്റർലൊക്യൂട്ടർ എന്ന രീതിയിൽ, അതായത് കൃത്യമായി മധ്യസ്ഥൻ എന്ന വാക്ക് ഏതായാലും ട്രംപ് ഉപയോഗിച്ചിട്ടില്ല. പകരം ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഇടപെടുന്നതിൽ സന്നദ്ധമാണ്, അതിനാവശ്യമാണെങ്കിൽ അതിന് തയ്യാറാണ് എന്ന വാചകമാണ് ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നലെ ചൈന ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ ചൈന പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വലിയ സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ് ഞങ്ങൾക്ക് കൺസ്ട്രക്റ്റീവായ ഒരു റോൾ ഈ വിഷയത്തിൻ്റെ ഇത് പരിഹരിക്കുന്നതിൽ ചിലപ്പോൾ എടുക്കാൻ സാധിച്ചേക്കും എന്നൊരു പ്രയോഗം ചൈന നടത്തിയിരുന്നു. ട്രംപ് പറയുന്നത് കുറച്ചുകൂടെ ഈ വിഷയത്തിലേക്ക് അടുത്തു വരുന്ന ഒരു നിലപാടാണ്. ഈ വിഷയം കുറേ കാലമായി നിൽക്കുന്നു. ഇരു രാജ്യങ്ങളും ഒരു ടിറ്റ് ഫോർ ടാറ്റ് എന്നാണ് പറയുന്നത്. അതായത് അസ്വാസ്ഥ്യജനകമായ അല്ലെങ്കിൽ അസുഖകരമായ രീതിയിൽ പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തുന്ന രാജ്യമാണ്. ഇരു രാജ്യങ്ങളുടെ പ്രതിസന്ധി നിലനിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ ഇടപെടുന്നതിനോ ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്തുന്നതിനോ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള വളരെ പോസിറ്റീവായി അതിനൊരു സന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള ഒരു വാചകം എന്ന് വേണമെങ്കിൽ ട്രംപിൻ്റേത് പറയാം. അത് വളരെ പ്രസക്തവും നിർണായകവും തന്നെയാണ് ലക്ഷ്മി. ഇന്ന് ഈ ദിവസങ്ങളിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഈ മണിക്കൂറുകളിൽ നടക്കുന്ന, ഒന്ന് ഡൽഹിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട യോഗങ്ങൾ നിർണായകം. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാക് ഭരണകൂടത്തിൻ്റെ ഭാഗമായുള്ള വിദേശകാര്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഇൻഫർമേഷൻ അവരുടെ മിനിസ്റ്ററാണെങ്കിൽ ഉൾപ്പെടെ എല്ലാവരും നടത്തുന്ന പ്രതികരണങ്ങളിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അങ്കലാപ്പ് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ CNN നൽകിയ അഭിമുഖത്തിൽ ഖ്വാജ ആസിഫ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നടത്തിയ ആക്രമണത്തിൻ്റെ കൗണ്ടർ അറ്റാക്കിനെ തുടർന്നുണ്ടായ റഫേൽ വിമാനം അടക്കമുള്ള വെടിവെച്ചിട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ തെളിവുകളെക്കുറിച്ച് CNN-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചോദ്യത്തിന് അത് സാമൂഹ്യ മാധ്യമങ്ങൾ ആ തെളിവുകൾ പുറത്തുവിട്ടുണ്ടെന്നുള്ളതായിരുന്നു മറുപടി. ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കൃത്യമായ തെളിവുകളുടെയോ കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിലല്ലാതെ നടത്തുന്ന പ്രതികരണമായി തന്നെ അത് സമൂഹം ഇപ്പോൾ നിലവിൽ വലിയ വാർത്താ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. മറ്റൊന്ന്, പാക് ഇൻഫർമേഷൻ മിനിസ്റ്ററായിട്ടുള്ള അത്താഉള്ള തരാർ കഴിഞ്ഞ ദിവസം സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖം വലിയ വൈറലായി മാറിയിട്ടുണ്ട്. അതിൽ പ്രമുഖ മാധ്യമപ്രവർത്തകയായിട്ടുള്ള യാൽദ ഹക്കീമിന് നൽകിയ അഭിമുഖത്തിൽ അവർ പറയുന്നുണ്ട്, ഈ പാകിസ്ഥാൻ ഭീകരവാദത്തെ ഒരു കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, തീവ്രവാദ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു മേഖലയാണത് എന്ന് തരാർ പറയുമ്പോൾ ഓരോ സംഭവങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് സ്കൈ ന്യൂസിൻ്റെ അവതാരക തിരിച്ച് ഒസാമ ബിൻ ലാദൻ്റെ അബാട്ടാബാദിൽ നിന്ന് ഒസാമ ബിൻ ലാദനെ പൊക്കിയതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഏതായാലും ഇതിനൊന്നും തന്നെ ഒരു കൃത്യമായ വിശദീകരണം നൽകാൻ പാകിസ്ഥാന് സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഇന്നലെ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കൂടുതലായി പുറത്തു വന്നിരിക്കുന്നു. അതിൽ തന്നെ കൃത്യമായി കാണാം ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ളവരോ അതിന് സഹായം നൽകുന്നവരോ ആയ മേഖലയിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഹൈഡൗട്ടുകളിലേക്കുള്ള ആക്രമണമാണ്. അതിൽ ഒരു പള്ളിയുടെ ഭാഗവും അതിനോട് ചേർന്നുള്ള കെട്ടിടവും അതിൽ ആളുകൾ താമസിക്കുന്ന മേഖലയിലേക്കെല്ലാം ആക്രമണം നടന്നിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ജെയ്ഷയുടെ തലവനായിട്ടുള്ള മൗലാന അസർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മസൂദ് അസർ പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഈ കുടുംബത്തിലെ അംഗങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതോ അതുമായി ബന്ധപ്പെട്ട് ജെയ്ഷയുടെ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു. ഈ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ എന്തുകൊണ്ട് ഈ ആക്രമണം നടത്തിയെന്നതിന് കൂടുതൽ ബലം കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണമായിട്ട് കൂടെ ഇന്ത്യ അതിനെ കാണുന്നുണ്ട്. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ കൃത്യമായി പ്രതിരോധ മന്ത്രാലയവും ആഭ്യന്തര വകുപ്പും രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതിർത്തി മേഖലയിലെ എല്ലാ കാര്യങ്ങളിലും നിരീക്ഷണം
നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നു. കച്ച് മേഖലയിൽ, ഗുജറാത്തിലെ കച്ചിലും ഭുജ് എയർപോർട്ടുമായി മേഖലയിൽ, അതുപോലെ രാജസ്ഥാനിൽ തന്നെ നമുക്കറിയാം ബിക്കാനീറിലെയും ജോധ്പൂരിലെയും മേഖലകളിൽ അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൻ്റെയും ബീഹാറിൻ്റെയും ജമ്മു കാശ്മീരിൻ്റെയും മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം ഹിമാചലിൻ്റെ ധരംശാല പോലുള്ള മേഖലകളിൽ ഉൾപ്പെടെ കൃത്യമായ സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ലക്ഷ്മി, സനോജ്, അതിനിടെ അവിടെ ബലൂച്ച് വിഘടനവാദികളുടെ ഭാഗത്തു നിന്നും പാക് സൈന്യം വെല്ലുവിളി നേരിടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യ പാക് സംഘർഷം ശക്തി പ്രാപിക്കുമ്പോൾ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ കടന്നാക്രമണം നടത്തുമ്പോൾ ബലൂച്ച് വിഘടനവാദികളും അവിടെ പാക് സൈന്യത്തിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ച, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൂടി എത്തുന്നുണ്ട് എന്ന്. അതെ, അതായത് ബലൂച്ച് മേഖലയിൽ കുറേ കാലങ്ങളായിട്ടുള്ള വലിയ സംഘർഷം നടക്കുന്ന മേഖലയാണ്. ഒന്ന്, പാകിസ്ഥാനിൽ തന്നെയുള്ള വലിയ വിഘടനവാദ മേഖലകളിൽ ഒന്നായിട്ടുള്ള, അതായത് ബലൂച്ച് എന്ന് പറയുന്ന പ്രവിശ്യയ്ക്ക് പ്രത്യേക സ്വയംഭരണ അവകാശം, അധികാരം വേണമെന്നുള്ളത് കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. മറ്റൊന്ന്, ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഗോത്ര വിഭാഗങ്ങളുടെ നിന്നുള്ള ആളുകളിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു റാഡിക്കൽ ഗ്രൂപ്പാണ് ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന് പറയുന്നത്. അതായത് താലിബാനിസ്റ്റ് മേഖലയിൽ നിന്നുള്ള, അല്ലെങ്കിൽ താലിബാൻ സ്വഭാവത്തിലുള്ള ഒരു സായുധ സംഘം എന്ന് പറയാം. അത്തരത്തിലുള്ള വളരെ മിലിറ്റൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണത്. അവർ കുറേ കാലമായി ഈ മേഖലയുടെ സ്വയംഭരണ അവകാശവുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലൂടെ, ഹൈവേകളിലൂടെയൊക്കെ പോകുന്നവരെ കൊള്ളയടിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയോ അവിടുത്തെ ചെക്ക് പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തുകയോ ചെയ്യുന്നത് നിരന്തര സംഭവം. വസീരിസ്ഥാൻ മേഖലയും മറ്റ് ഇതുപോലെ തന്നെ വലിയ പ്രതിസന്ധി നേരിട്ട, അല്ലെങ്കിൽ പാകിസ്ഥാൻ വലിയ പ്രശ്നം നേരിടുന്ന മേഖലയാണ്. കാരണം പാകിസ്ഥാനിലുള്ള താലിബാൻ അനുകൂലികളായ, അതിനോട് സിമ്പതൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ടെറർ ഗ്രൂപ്പുകളുടെ ഔട്ട്ഫിറ്റുകൾ പാകിസ്ഥാനിൽ തന്നെയുണ്ട്. ആ സംഘടനകൾക്കുമായി ബന്ധമുള്ളവരാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയിലെല്ലാം ഉള്ളത്. ഇവർ വസീരിസ്ഥാനിലും ഈ പറയുന്ന മേഖലയിൽ, ബലൂച്ച് മേഖലയിലെല്ലാം തന്നെ നിരന്തരം സ്കൂൾ കുട്ടികൾ പോയിരുന്ന വാനിന് നേരെ ബോംബാക്രമണം നടത്തുകയും നിരവധി കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തത് ഒരു 3 മാസം മുൻപാണ്. ഒപ്പം തന്നെ ചൈനയും പാകിസ്ഥാനും തമ്മിലൊരു വാണിജ്യ ഇടനാഴി വരുന്ന മേഖല കൂടിയാണ് ബലൂച്ച് മേഖല എന്ന് പറയുന്നത്. അവിടെ ചൈനയുടേതായിട്ടുള്ള പങ്കാളിത്തത്തോടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ മേഖലയിൽ നിരന്തരം സ്ഫോടനങ്ങൾ സംഭവിക്കുന്നത് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാറുണ്ട്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും ഇന്ന് പുതിയ ഒരു സംഭവമായിട്ടാണ് പാക് ആർമി വാഹനത്തിന് നേരെയുണ്ടായ സ്ഫോടനം. അതിൽ 12 പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. സനോജാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വിവരങ്ങൾ എത്തുന്ന മുറയ്ക്ക് നമ്മൾ ഡെസ്കിലേക്ക് തിരിച്ചെത്താം. കാരണം അതിർത്തിയിൽ നിന്ന് അത്തരത്തിൽ ഓരോ മണിക്കൂറിലും പുതിയ വിവരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹം ഈ ഓപ്പറേഷൻ സിന്ദൂറിനോടുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത ഏതായാലും അമേരിക്ക ഈ പ്രശ്നത്തിൽ ഇടപെടാം എന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് തന്നെയാണ്. സനോജ് തുടരുന്നുണ്ട്. സനോജ്, മറ്റു പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? അമേരിക്കയുടെ തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം. അതല്ലാതെ മറ്റു രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിനോട് ഈ ദിവസങ്ങളിൽ പുതുതായി എത്തുന്നുണ്ടോ? അതായത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. അതായത് മിനിഞ്ഞാന്ന് രാത്രിയാണ്, അർദ്ധരാത്രിയാണ്, 1:05 ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആക്രമണം 25 മിനിറ്റ് 1:30 വരെയുള്ള സമയത്തിനിടയിൽ നടത്തിയ 9 ഹൈഡൗട്ടുകളിലേക്ക് നടത്തിയ 24ഓളം ആക്രമണങ്ങൾ എന്ന് പറയാം. ഇന്ന് മാധ്യമങ്ങൾ നൽകിയതുപോലെ 9 strikes 1 മെസ്സേജ് എന്ന് കൊടുത്തത് ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്തതുപോലെ, അതായത് 9 ഉദ്ദേശങ്ങളിലൂടെ അല്ലെങ്കിൽ 9 ലക്ഷ്യങ്ങൾ ഒരു സന്ദേശം എന്നാണ് ഇതിനെക്കുറിച്ച് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. ഈ ആക്രമണത്തിന് ശേഷം ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഏതാണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നയതന്ത്ര ബന്ധം പുലർത്തുന്ന, ഇന്ത്യയുമായി വലിയ രീതിയിലുള്ള ബന്ധം പുലർത്തുന്ന, അല്ലെങ്കിൽ ഈ സൗത്ത് ഏഷ്യൻ മേഖലയിലെ രാജ്യങ്ങളുമായിട്ടെല്ലാം കൃത്യമായ നയതന്ത്ര ബന്ധം പുലർത്തുന്ന എല്ലാ രാജ്യങ്ങളും ഈ കാര്യത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രതികരണങ്ങൾ ഒരു പക്ഷേ ഒരു ഘട്ടത്തിൽ അതിൻ്റെ സ്ഥാനപതിമാരുടെയോ വിദേശകാര്യമന്ത്രിമാരുടേതാണെങ്കിൽ പിന്നീട് പ്രധാനമന്ത്രിമാരോ അതാത് രാഷ്ട്രത്തലവന്മാരുടെയോ പ്രതികരണങ്ങളിലേക്ക് വരികയാണ് ചെയ്തത്. ഇന്നലെ പുലർച്ചെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രതികരണം വന്നു. അവരുടെ വിദേശകാര്യ സെക്രട്ടറിയുടെ, ഡിഫൻസ് സെക്രട്ടറിയുടെ പ്രതികരണം വന്നിരുന്നു. അതുപോലെ തന്നെ ഹെക്സേത്തിനെ പോലുള്ള അവരുടെ സ്റ്റേറ്റിൻ്റെ, അതായത് ഹോം മിനിസ്ട്രിയുടെ ചുമതലയുള്ളവരുടെ പ്രതികരണം വന്നു. ചൈന ഇത് സംബന്ധിച്ച് 2 പ്രതികരണങ്ങൾ നടത്തി. അതിലൊന്നാണ്, ഇത് വളരെ റിഗ്രറ്റബിൾ ആയിട്ടുള്ള ഖേദകരമായ ആക്രമണം എന്ന
പറയുകയും ഒപ്പം തന്നെ ചൈന പറഞ്ഞു ഇക്കാര്യത്തിലൊരു കൺസ്ട്രക്റ്റീവായ റോൾ ഞങ്ങൾ വഹിക്കാമെന്ന് പറഞ്ഞു. അറബ് രാഷ്ട്രങ്ങൾ, മിഡിൽ ഈസ്റ്റ് പ്രത്യേകിച്ചും എല്ലാ രാഷ്ട്രങ്ങളും തന്നെ സൗദി, UAE, ഖത്തർ അടക്കം ഇപ്പം നമ്മൾ പറയുന്നു ഇന്നിപ്പം ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി ഈ കാര്യത്തിൽ പ്രതികരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഫ്രാൻസ് പ്രതികരിച്ചിട്ടുണ്ട്, ബ്രിട്ടൻ പ്രതികരിച്ചു. ബ്രിട്ടൻ്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഋഷി സുനക് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഭീകരവാദത്തിനെതിരായിട്ട് ഇന്ത്യ എടുക്കുന്ന നടപടിയുടെ ഏറ്റവും നല്ല മറുപടിയായിട്ടാണ് ഋഷി സുനക് ഇതിനെ വിശേഷിപ്പിച്ചത്. ഏതായാലും മറ്റെല്ലാ രാജ്യങ്ങളും, ബ്രിട്ടൻ അടക്കം ഫ്രാൻസ് അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും തന്നെ, പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഈ കാര്യത്തിൽ പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ കാര്യത്തിൽ കൂടുതൽ ഈ സംഘർഷം വഷളാവുന്ന സാഹചര്യം ഉണ്ടാകുന്ന മുറയ്ക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടലുകളുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനം ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. UN സെക്രട്ടറി ജനറൽ ഗുട്ടറസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് പഹൽഗാം ആക്രമണം നടന്നതിന് ശേഷം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, മോറലി ഇതിന് പ്രതിരോധം തീർക്കാനുള്ള ഒരു ധാർമ്മികമായ ഒരു അർഹത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് കഴിഞ്ഞ് UN വീണ്ടും പ്രതികരിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ സമവായം വേണം, ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ നിരന്തരം ഏറ്റവും കൂടുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് UN ആണ്. അപ്പോൾ UNൻ്റെ ആ ഒരു എഫേർട്ടിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യ പാക് സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധഭീതിയിലേക്ക് പോകുന്നത്. ഈ സാഹചര്യം ഒഴിവാക്കണമെന്ന് UNും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. ലക്ഷ്മി. തീർച്ചയായും കൂടുതൽ പ്രതികരണങ്ങൾ വരുന്ന മുറയ്ക്ക്, കൂടുതൽ വാർത്തകൾ വരുന്ന മുറയ്ക്ക് നമ്മൾ അതിലേക്ക് പോകുന്നതായിരിക്കും. ഓരോ മണിക്കൂറും പുതിയ പുതിയ വാർത്തകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യം അത്യന്തം ജാഗ്രതയിൽ തന്നെയാണ്. ഏതായാലും ലോകത്തിനു മുന്നിൽ ഇന്ത്യക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങളെ എണ്ണമിട്ട് ഓരോന്നിനെയും കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പാകിസ്ഥാനിൽ ഭീകരവാദികളെ വിരിയിച്ചെടുക്കുന്ന കാഴ്ച, അത് കൃത്യമായി കാണിച്ചു കൊടുക്കുവാൻ, ആ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുവാൻ കഴിഞ്ഞു എന്നുള്ളത് ലോകത്തിന് മുന്നിൽ തന്നെ, ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തന്നെ ഇന്ത്യക്ക് തല ഉയർത്തിപ്പിടിച്ച് പറയുവാൻ കഴിയുന്ന ഒരു ഓപ്പറേഷനായി ഓപ്പറേഷൻ സിന്ദൂറിനെ മാറ്റുകയും ചെയ്യുന്നുണ്ട്.